ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ശത്രു എഴുതിയ രേഖകളെല്ലാം കീറപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നാം അറിയാതെ എവിടെയൊക്കെയോ കുറിച്ചു വച്ചിരിക്കുന്ന രേഖകളെല്ലാം കീറപ്പെടണം. വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അതങ്ങനെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മൊർദെഖായി പ്രാർത്ഥിച്ചപ്പോൾ ഹാമാൻ എഴുതിയ രേഖ ദൈവം കീറി. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ നെബൂഖദ്നേസറിനെ കൊണ്ട് നിർബന്ധിച്ചെഴുതിപ്പിച്ച രേഖ ദൈവം കീറി. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പട്ടണത്തിൽ നമുക്ക് കുടുംബങ്ങൾക്കെതിരെ, തലമുറയ്ക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ ദുഷ്ടപിശാച് കുറിച്ചു വെച്ച പല രേഖകളും ഇന്ന് രാത്രി കീറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. എന്തെല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയോ അതെല്ലാം മടക്കിത്തരാൻ ദൈവത്തിനൊരു ദിവസം മതി. എത്ര പേര് വിശ്വസിക്കുന്നു? ഉള്ളതെല്ലാം പോകാനൊരു ദിവസം മതി, പോയതെല്ലാം കിട്ടാനും ഒരു ദിവസം മതി. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 കഴുത, 10 പിള്ളാരെ, ഒരു വീട്, ദേഹം മുഴുവൻ എന്ന് വേണ്ട സകലതും കൂടെ നഷ്ടപ്പെടാൻ ഇയ്യോബിന് ഒറ്റ ദിവസമായിരുന്നു. പക്ഷേ പിശാചടിപ്പിച്ച കാറ്റിനെതിരെ 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റ് ദൈവം വെളിപ്പെട്ടു. പിശാച് കൊടുങ്കാറ്റടിപ്പിച്ചു, പക്ഷെ ദൈവം ചുഴലിക്കാറ്റടിപ്പിച്ചു. ചുഴലിക്കാറ്റ് ദൈവം നിന്നുകൊണ്ട് 77 ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചു. 77 ചോദ്യം കേട്ടിട്ട് മറുപടി ഇല്ലാത്ത ഇയ്യോബ് കൈകൊണ്ട് വാ പൊത്തി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ വാ പൊത്തിയ ഇയ്യോബിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി. താൻ രാവിലെ നോക്കിയപ്പോൾ നല്ല ഒരു 14,000 ആട് കയറി വരുന്നു, 6,000 ഒട്ടകം കയറി വരുന്നു, 1000 കാള കയറി വരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം പുതുക്കം പ്രാപിച്ച് കയറി വരാൻ, കൈവിട്ടുപോയത്, ശത്രു അപഹരിച്ചത്, ശത്രു പിടിച്ചുകൊണ്ട് പോയത്, തീ വെച്ച് ചന്ത് കത്തിയത് എല്ലാം മടക്കിത്തരാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവകൃപയുടെ ആഴമേറിയ പകർച്ച തന്റെ ജനത്തിന്റെ മേൽ പകരുവാൻ ദൈവം മതിയായവൻ. വളരെ ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരീസഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹപാഠി ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹശുശ്രൂഷകന്മാർക്കും, അനുഗ്രഹീത ഗായക സംഘത്തിനും എല്ലാവർക്കും ഒരിക്കലൂടെ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോനയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കും. യോന ചാപ്റ്റർ 3 വേഴ്സ് 5. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നിങ്ങളെല്ലാവരും ആ വാക്യം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിനവേക്കാർ എല്ലാവരും, വലിയവരും ചെറിയവരും ദൈവത്തിൽ വിശ്വസിച്ചു. ഉപവസിച്ചു എന്നുള്ളതിനെക്കാട്ടി വലിയൊരു പദമാണ്. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ 10-ാമത്തെ രാത്രിയിലും ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപൂർണനായ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ. അപ്പാ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പകൽ കേട്ടതുപോലെ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ, ഇന്നലകളിൽ കേട്ടത് ഇന്ന് കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം എതിരായി നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെയും
എല്ലാ അന്ധകാര ശക്തികളെയും യേശുക്രിസ്തുവിൻ നാമം ചൊല്ലി ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങി വെളിപ്പെടണം. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. ഞങ്ങൾ അപ്രാപ്തരും അജ്ഞാനികളും ഒത്തിരി പോരായ്മകളുള്ളവരാണ്. എന്നാൽ സകലത്തെയും പരിഹരിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഇടപെടണം. ജനത്തെ തൊട്ട് ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കണം. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ഏതെല്ലാം മണ്ഡലങ്ങളിൽ ശത്രു ദോഷം ചെയ്തോ അതിൻ്റെ മേലെല്ലാം ഇന്ന് രാത്രി ഒരു ജയമെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഏഴയെ പാദപീഠം താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ സന്തോഷത്തോടാണോ ഇരിക്കുന്നത്? നോക്കിയേ, നിങ്ങളോട് വല്ല ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധേയമായ ഒരു കൊച്ചു പ്രവചന പുസ്തകമാണ് യോനയുടെ പ്രവചന പുസ്തകം. ദൈവ വഴിവിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിച്ചതുകൊണ്ട് ഉണ്ടായ വലിയ കഷ്ടത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ഒരു ഭക്തനായ പ്രവാചകൻ്റെ ചരിത്രമാണ് യോനയുടെ പ്രവചനം. അതെല്ലാം വ്യാഖ്യാനിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് ഒന്നിലധികം പ്രാവശ്യം ഉണ്ടായ ഒരു മനുഷ്യനാണ് യോന. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ഒക്കെ നോക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് പിന്നെയും യോനയ്ക്കുണ്ടായതെന്തെന്നാൽ, അപ്പം നിരന്തരമായി ആവർത്തിച്ച് ദൈവം അരുളപ്പാടുകൾ അറിയിച്ച ദൈവകരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് യോന. താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ ഭയമില്ലാത്ത, തെറ്റ് തൻ്റേതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ന്യായമായ ശിക്ഷ അനുഭവിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു അനുഗ്രഹീത ഭക്തനാണ് യോന. ഒന്നുകൂടെ ഞാൻ പറയുന്നു, താൻ ചെയ്ത തെറ്റെന്താണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ എല്ലാവരും കാകെ അനുഭവിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഭക്തനായ പ്രവാചകനാണ് യോന. യോനയുടെ നേരെ അതിഭയങ്കരമായ 8 ചോദ്യങ്ങളുണ്ടായി. 8 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ദൂതിലേക്ക് പ്രവേശിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? 1-ാമത്തെ ചോദ്യം, നീ ഉറങ്ങുന്നത് എന്ത്? 8-ാമത്തെ വാക്യം. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു? ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേലുണ്ടായി? 3-ാമത്തെ ചോദ്യം 8-ാമത്തെ വാക്യം തന്നെ. അടുത്ത വാക്യം, നിന്റെ തൊഴിൽ എന്ത്? നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. 10-ാമത്തെ വാക്യം. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനിങ്ങനെ ചെയ്തു? നീ എന്തിനിങ്ങനെ ചെയ്തു? 11-ാമത്തെ വാക്യം. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? അതിപ്രധാനപ്പെട്ട 8 ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിക്കുകയാണ്. 1, നീ ഉറങ്ങുന്നത് എന്ത്? 2, ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം നമുക്കുണ്ടായത്? 3, നിന്റെ തൊഴിലെന്താണ്? 4, നീ എവിടെ നിന്ന് വരുന്നു? 5, നിന്റെ നാട് ഏത്? 6, നീ ഏത് ജാതിക്കാരൻ? 7, നീ എന്തിന് ഇങ്ങനെ ചെയ്തു? 8, ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടു? നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് ഗദസമനയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. വളരെ സുപരിചിതമായ വാക്യമാണ്. ലൂക്കോസ് 22-ന്റെ 46. ഉറങ്ങുന്നത് എന്ത്? മതി. അപ്പോൾ ഇത് പുതിയ നിയമ അപ്പോസ്തോലന്മാരോടും
കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന നാം ഇപ്പോൾ സംഭവിക്കുന്ന ഈ ആനുകാലിക സംഭവങ്ങൾ കണ്ടിട്ട് ഉറങ്ങുകയാണോ അതോ ഉണർന്ന് പ്രാർത്ഥിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ള ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നിൽക്കാൻ പോകുകയാണ്. ഇനി ഒരിക്കൽ കൂടെ അവസരം കിട്ടിയാൽ നമ്മുടെ നാട് ഒരു മണിപ്പൂരായി കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ഉണരേണ്ട സമയമാണ്. യോനയോട് ചോദിച്ച, ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ദൈവ പൈതലെ നിന്നോടും പ്രസംഗിക്കുന്ന എന്നോടും ഈ രാത്രി കർത്താവ് ചോദിക്കുകയാണ്. ഈ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്ത്? എന്താ ഈ സമയം? ശക്തമായ കാറ്റ്, അലറിയടുക്കുന്ന തിരമാല, കടൽ മുഴുവൻ കോപിച്ചിരിക്കും, കപ്പലാടി ഉലയുന്നു, അതിനകത്തെ സകല അന്യാരാധനക്കാരും അവരവർക്കറിയാവുന്ന ദൈവത്തെ വിളിച്ച് അലറിക്കരയുന്നു. വാസ്തവത്തിൽ ജീവനുള്ള ദൈവത്തെ വിളിച്ച് കരയേണ്ടിയവൻ, ജീവനുള്ള ദൈവം ആരാന്ന് അറിയാവുന്നവൻ, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ ഈ വലിയ പ്രതിസന്ധി കണ്ടിട്ട് നാട്ടുകാർക്കുള്ള വേദന പോലും ഇല്ലാതെ, ജാതീയർക്കുള്ള വേദന പോലും ഇല്ലാതെ ഏറ്റവും അടുത്തട്ടി പോയി കയ്യും കെട്ടിക്കിടക്കുക. നീ ഉറങ്ങുന്നത് എന്നാന്ന് ചോദിച്ചത് ഉപദേശിയല്ല. നീ ഉറങ്ങുന്നത് എന്താന്ന് ചോദിച്ചത് സെൻട്രൽ പാസ്റ്ററോ സ്റ്റേറ്റ് പാസ്റ്ററോ ഒന്നുമല്ല. ഒരു ജാതീയനായ കപ്പൽക്കാരൻ ചോദിക്കുകയാണ്, എടാ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന നീ, ഉപവസിക്കാൻ പഠിച്ച നീ, പ്രാർത്ഥിച്ചു പലതിൻ്റെ മേലും ജയമെടുത്ത നീ, ഇന്നലകളിൽ ശത്രു വെളിപ്പെട്ടു വന്നപ്പോൾ അതിനെ ശാസിച്ച നീ, ഇപ്പോൾ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത് എന്താണ്? ഇന്ന് രാത്രി നമ്മുടെ പരമാർത്ഥ മനസ്സുകളെ ഉണർത്തി നമ്മോട് തന്നെ ചോദിക്കണം, ഉറങ്ങുകയാണോ? പ്രൈസ് ദി ലോർഡ്. നീ ഇന്ന് രാത്രി ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവരെ, ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇനിയും ഒരവസരം നമുക്കിതുപോലെ കിട്ടിയെന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. 4 ഭാഗത്തു നിന്നും ഒരുപോലെ സഭ എന്ന കാന്തയെ ഞെരുക്കാൻ ശത്രു 4 പാടും വാര ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഈ രാത്രി മൗനമായിരിക്കരുത്. ഓശാനയുടെ ഞായറാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കഴുതക്കുട്ടിപ്പുറത്ത് കയറി പുരുഷാരം മുഴുവൻ ഒന്നിച്ച് ഓശാന പാടി, ഉടുപ്പുകളൊക്കെ ഊരിയിട്ട് കുരുത്തോലകൾ വെട്ടി ഈന്തപ്പനയുടെ ഓലയും ഒരുവിലെ കമ്പും ഒക്കെ പിടിച്ച് ഭയങ്കര ഉച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. യേശുവിന് ഓശാന പാടി. എല്ലാരും ഘോഷിച്ചപ്പോൾ യേശു ഘോഷിച്ചില്ല. അവൻ നഗരത്തോട് സമീപിച്ചു, നഗരത്തെ നോക്കി ഉറക്കെ കരഞ്ഞു. എല്ലാരും ഓശാന പാടിയപ്പോ കൂടെ ഓശാന പാടിയില്ല യേശു. യേശു നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്ന് കണ്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, ആ നഗരത്തെ നോക്കി കരഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. സഭയോട് ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയുന്നു, ഇത് സഭയുടെ സന്ദർശന കാലമാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മാവ് ഈ രാത്രി ഒരു കാര്യം പറയുന്നു, ഇത് സഭയുടെ സന്ദർശന കാലമാണ്. നിന്റെ സന്ദർശന കാലം നീ അറിയാതെ പോകരുത്. ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇന്ത്യയെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാ, കേരളത്തെ ദൈവം സന്ദർശിക്കുകയാ. കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നീ മൗനമായി ഉടക്കം നടിച്ചിരിക്കാതെ സടകുടഞ്ഞെഴുന്നേറ്റ് നീ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കേണ്ട രാത്രിയാ. ഓ റബ ശംധരാദര റൗഡാരമന. കാലഘട്ടങ്ങളെ വിവേചിപ്പാൻ ദൈവമക്കൾ കൃപ പ്രാപിക്കും. 22-ലോ 23-ലോ ഉപവസിച്ചതുപോലെ അല്ല ഈ ഉപവാസം. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇത് തികച്ചും വ്യത്യസ്തമായൊരു ഉപവാസമാണ്.
ഇത് ദൈവത്തിനു വേണ്ടി നിവരണിക്കാൻ ചിലതിനെ ദൈവം നിയോഗിക്കുന്ന ഉപവാസമാണ്. പ്രതിസന്ധികളെ, വെല്ലുവിളികളെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയെ ദൈവത്തിന് ഇന്ന് രാത്രി വാർത്തെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, നീ ഇന്ന് രാത്രി പദവി മറന്ന് നിന്റെ നിലവാരം വിട്ട് ഈ ദൈവത്തെ ഒന്ന് ഉണർന്ന് ആരാധിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന രാത്രിയാ. ഓ റബല ശബ്ദരാധര വൈഡാരമന. സന്ദർശനമൊന്നും എല്ലാവർക്കും പിടികിട്ടത്തില്ല. 33.5 വർഷം ഇവരുടെ ഇടയ്ക്കൂടെ നടക്കുകയായിരുന്നു. 33.5 വർഷം 38 വർഷത്തെ രോഗിയെ സൗഖ്യമാക്കി, 18 വർഷത്തെ കൂനയെ സൗഖ്യമാക്കി, 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കി, വിശന്നവനെല്ലാം അപ്പം വാഴ്ത്തി കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല, യഹൂദന് മനസ്സിലായില്ല. പക്ഷെ പാവപ്പെട്ട കുറെ പാവങ്ങൾക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. വന്യവയോധികനായ ആലയത്തിൽ കുത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ച ശിമിയോന് മനസ്സിലായി സന്ദർശനം. ആലയത്തിന്റെ മൂലയ്ക്ക് കന്യാകാലത്തിൽ കല്യാണം കഴിഞ്ഞ് 8 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് 84 വർഷം വിധവയായി ജീവിച്ച് അമ്മച്ചിക്ക് മനസ്സിലായി സന്ദർശനകാലം. പ്രൈസ് ദി ലോർഡ്. പാവപ്പെട്ട സെക്കരിയാവിന്റെ ഭാര്യ എലിസബത്തിന് സന്ദർശനം മനസ്സിലായി. ആട്ടിടയന്മാർക്ക് സന്ദർശനം മനസ്സിലായി. ഓ ഞാൻ ദൈവത്തെ, വിദ്വാൻമാർക്ക് സന്ദർശനം മനസ്സിലായി. പക്ഷേ യഹൂദന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, പൗരോഹിത്യന്മാർക്ക് സന്ദർശനം മനസ്സിലായില്ല. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ പാർക്കുന്ന നീ അവന്റെ സന്ദർശനകാലം അറിയാതിരിക്കരുത്. നീ ഉറങ്ങേണ്ട സമയമല്ല, നീ ഉറങ്ങേണ്ട സമയമല്ല. നീ ഇന്ന് രാത്രി അല്ലെ സടകുടഞ്ഞെഴുന്നേറ്റ് ഓ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ കൂടെ ഗർജിക്ക രാത്രിയാ. ഓ റബലമന. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ അല്പനിമിഷങ്ങൾ ഒരുമിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സാഹചര്യത്തെ, ഈ കാലഘട്ടത്തെ നഗരത്തോട് സമീപിച്ചു. യേശു പട്ടണത്തെ നോക്കി, നഗരത്തെ നോക്കി എന്ന് പറഞ്ഞാൽ ഭൂതകാലം നോക്കി, വർത്തമാനകാലം നോക്കി. ഇനിയൊരു 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ തീത്തോസ് കൈസർ സൈന്യവുമായി വരുന്നത് കണ്ടു. ഇവരെല്ലാം ഓശാന പാടുക, പക്ഷെ കർത്താവ് ഭാവി കാണുക. ഇന്ന് രാത്രി ഉപവാസം നാളത്തെ OET പാസ്സാകുന്നതോ IITs കിട്ടുന്നതോ അല്ലെ അയർലൻഡിൽ പോകുന്നൊന്നും അല്ല. ഇനി സംഭവിക്കാൻ പോകുന്ന അനർത്ഥം നീ കാണണം. ശത്രു സഭയ്ക്കെതിരെ എഴുന്നേൽക്കുന്നത് നീ കാണണം. ഇതിനകത്ത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അല്ലെ ഇന്ന് സന്തോഷത്തോടെ പോകുന്ന സഭയ്ക്കെതിരെ. ഹല്ലേലൂയ. അപ്പൊ ഈ കരയെന്നെ കണ്ടപ്പോൾ ഈ കരച്ചിൽ മാറ്റാൻ വേണ്ടി ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ആലയത്തിന്റെ പണി കണ്ടോ, എത്ര മനോഹരമായിരിക്കും. കർത്താവ് പറഞ്ഞു, അത് കണ്ടോണ്ടാ ഞാൻ കരയുന്നേ. നീ ചിരിക്കുന്ന അത് കണ്ട ഞാൻ കരയുന്നേ. ഇപ്പം നീ ഇങ്ങനെ കാണുന്ന ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു. പ്രൈസ് ദി ലോർഡ്. 6 ലക്ഷത്തിൽ പരം യഹൂദനെ പച്ചയ്ക്ക് കൊന്ന് അവന്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കുന്നത് ആത്മാവി കണ്ടുകൊണ്ടിരിക്കുക. 6 ലക്ഷത്തിൽ പരം യഹൂദന്മാരെ അടിമകളായി കൊണ്ടുവന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആലയത്തിന്റെ കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് കണ്ടു. കണ്ടിട്ട് കർത്താവ് കരഞ്ഞെങ്കിൽ ഭാവിയെ നോക്കി കരയണം. ഭാരതത്തിൽ ഇനിയും ഒരനർത്ഥം ദൈവസഭയ്ക്ക് വരാതെ ഇന്ന് രാത്രി നീ ഉറങ്ങേണ്ട സമയമല്ല. ഏറ്റെടുക്കുന്നവർ മാത്രമേ രാത്രി ആരാധിക്കാവുള്ളൂ. സഭ അല്ലെ സന്തോഷിച്ച് ഓശന്ന പാടി കുരുത്തോലയും വിരിച്ച് പോകരുത്. നാളെ സംഭവിക്കാൻ പോകുന്ന സംഗതികളെ കണ്ടിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ പോലെ ആരാധിച്ചവർ കഴിഞ്ഞ വർഷം ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ 1000കണക്കിന് ആളുകളെ ആരും അറിയാതെ അടക്കിയ ശവക്കല്ലറകൾ കണ്ടേക്കുക, കുഴിമാടങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാനും നീയും അടുത്ത കുഴിമാടത്തിൽ മൂടുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ജാതിയർ ചോദിക്കുന്നു, പ്രാർത്ഥിക്കാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ, ഉപവസിക്കാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ, കരയാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ. ഇന്ന് രാത്രി നീ ഉറങ്ങേണ്ട രാത്രിയല്ല.
ഇതിന് കയ്യടി കുറയുമെന്ന് എനിക്കറിയാം, ആരാധന കുറയുമെന്നറിയാം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് നാളത്തെ ശത്രുവിന്റെ വെല്ലുവിളികളെ ആത്മാവിൽ കണ്ടിട്ട് അതിനെ വിവേചിച്ച് ഒന്ന് ആഴത്തിൽ കരയാൻ തയ്യാറായാൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധമായ 8 ചോദ്യങ്ങൾ ഉറങ്ങുന്നവനോട് ചോദിക്കുക. ഉടനെ പുള്ളിക്കാരൻ, നീ ചൊല്ലിത്തരുന്നത് ഞാൻ ഏറ്റു പറഞ്ഞോളാം, എന്നെ അടിക്കാതെ വിട്ടാൽ മതിയെന്നും പറഞ്ഞ് വടിയും കൊണ്ട് നിൽക്കുന്ന അവൻ ചൊല്ലിക്കൊടുത്തത് ഏറ്റു പറഞ്ഞെന്നല്ല എഴുതിയേക്കുന്നത് കേട്ടോ. ഇളകി മറിയുന്ന കടലിൽ, അലറിയെടുക്കുന്ന തിരയിൽ, ആഞ്ഞടിക്കുന്ന കാറ്റിൽ, തകരാൻ തുടങ്ങുന്ന പടകിനോട് പറഞ്ഞു, ഞാൻ ഒരെബ്രായൻ. ഈ രാത്രി ഇതിനകത്ത് വന്ന ഒരാളെങ്കിലും പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ രക്തത്താൽ വീണ്ടെടുത്ത ദൈവ പൈതലാണ്. വെല്ലുവിളികളുടെ മുമ്പിൽ, ചോദ്യങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ട് പുറകോട്ട് മാറാതെ ഈ രാത്രി എത്ര പേര് പറയാൻ തയ്യാറുണ്ട്, ഞാൻ ഒരു എബ്രായൻ? ഓ റബാ ശബ്ദരാധര, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉപവാസം നീ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ഉപവാസം. ഞാനൊന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന രക്ഷിക്കപ്പെട്ട നീ ആരാണെന്ന് 1000 ചോദ്യങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ദൈവം തന്നേക്കുന്ന ഉപവാസമാ. തൻ്റെ ഇടത്തോടെ ശത്രുവിന്റെ നേരെ മുഖത്ത് നോക്കി, എടാ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന, കരയും കടലും ഉണ്ടാക്കിയ, സ്വത്രം പറയണം, കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചാരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാന്ന് പറയാൻ പോരെ പോരെ. ഇന്ന് രാത്രി നീ ജയം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഒളിച്ചും പാത്തും നീ ആരാധിക്കാൻ വരല്ല. ഈ രാത്രി തന്റെ ഇടത്തോടെ ഈ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചെറിയ വിഷയമല്ല. ആ കപ്പലിൽ 400 പേരുണ്ടോ 500 ഉണ്ടോ എനിക്കറിയത്തില്ല. അതിൻ്റെ കപ്പാസിറ്റി ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എത്ര പേരുമാകട്ടെ, യോന ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളെ അതിനകത്തുള്ളൂ. ഇപ്പം ജാതീയനായ മനുഷ്യൻ നമ്മളോട് പറയാണ്, ഇപ്പോഴെങ്കിലും നീ നിന്റെ ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഇതിൽ കൂടുതൽ നമ്മളെ കളിയാക്കാൻ വല്ലതും ഉണ്ടോ? നിങ്ങളെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ ഉറങ്ങുന്നത് എന്ത്? കപ്പൽ പ്രമാണി അടുക്കൽ വന്നവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ നീ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ ദൈവം ഞങ്ങളെ കൂടെ കടാശിക്കും. നാട്ടുകാരുടെ പ്രതീക്ഷയാണ്. പക്ഷെ നിനക്കിതുവരെ നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ആയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ പ്രതിസന്ധി മാറുമെന്ന് എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ കയ്യിലാണ് അതിന് മറുപടി എന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ഓ, ഇവൻ ആദ്യത്തെ ഒരു യാത്രക്കാരനായിരിക്കും. കപ്പിത്താനോ കപ്പലിലെ ജോലിക്കാർക്കോ ഇവൻ ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഈ പ്രതിസന്ധിയിലും ഭയമില്ലാതെ ഉറങ്ങണമെങ്കിൽ ഇവനിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് അവർ പറഞ്ഞത്, നീ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം ഒരു പക്ഷെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവൻ ഏത് അടിത്തട്ടി കിടന്നാലും അവന്റെ മുഖത്തെ തേജസ് വിളിച്ചു പറയും, അവന്റെ മുഖത്തെ ദൈവകൃപ വിളിച്ചു പറയും. ഇവനിലൊരു കൃപയുണ്ടെന്ന് ഏറ്റെടുക്കുന്നത് മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ കരയുന്നവനാണോ, ഉപവസിക്കുന്നവനാണോ, പ്രാർത്ഥിക്കുന്നവനാണോ എന്ന ദൈവത്തിന്റെ ജനത്തെ കാണുമ്പോൾ ജാതിയന് പോലും ബോധ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ പ്രസംഗിക്കേണ്ട അച്ഛന്മാരാ,
ചർച്ചിൽ പ്രസംഗിക്കേണ്ട പാസ്റ്റർമാരാ, അമ്പലത്തിൽ ചെയ്യേണ്ടത് പൂജാരിമാരാ, പാർലമെൻറ്റ് ചെയ്യേണ്ടത് MP-മാരാ. സ്തോത്രം. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു. പാർലമെൻറ്റ് പൂജാരി പ്രതിഷ്ഠിക്കുന്നു, സ്തോത്രം, അമ്പലം പ്രധാനമന്ത്രി പ്രതിഷ്ഠിക്കുന്നു. കാര്യം തിരിഞ്ഞത് കണ്ടോ? നേരെ ഉൾട്ടയായി. അതല്ലേ ശരി? ഉൾട്ടാന്ന് പറയുന്നല്ലേ? എനിക്ക് ഹിന്ദി അറിയാം. ഒരല്ലേ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നീ ഉറങ്ങല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ കഴിയും? കാര്യങ്ങൾ മൊത്തം തകിടം മറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് കൃപ പ്രാപിച്ച നീ ഉറങ്ങേണ്ട സമയമല്ല, നീ സടകുടഞ്ഞെഴുന്നേക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ കൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ധൈര്യത്തോടെ നീ ആരാണെന്ന് പറയാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രതീക്ഷ മങ്ങാതെ, പ്രത്യാശ ചോരാതെ, വിശ്വാസം വർദ്ധിപ്പിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ മെസ്സേജിന് പോലും വില കൽപ്പിക്കുന്ന ഒരു ജനം ഇവിടെ ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്നായി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഈ മനുഷ്യൻ ഈ വലിയ പ്രശ്നത്തിന് മുമ്പിൽ ഒന്നും വകവയ്ക്കാതെ കയറി കിടന്നുറങ്ങുകയാണ്. ഇവര് വന്ന് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടും ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തത് നീ എന്താ അങ്ങനെ ചെയ്തേ? പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളുടെ ചോദ്യമാണ്, ദൈവവിളി നിനക്കുണ്ടായിട്ടും ദൈവാലോചന നീ കേട്ടിട്ടും അരുളപ്പാട് നിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടും നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നത് ഒരു ലോകമനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിഹാരം നിന്റെ കയ്യിൽ. ഇപ്പം ഞങ്ങൾക്ക് വന്ന ഈ പ്രശ്നത്തിന്റെ കാരണം ഞങ്ങൾ ചീട്ടിട്ടപ്പോൾ നിന്റെ മേലെ വന്നേക്കാം. നീ പറയണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ പ്രതിസന്ധിയുടെ സൊല്യൂഷൻ ഉറങ്ങുന്നവന്റെ കയ്യിലാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വലിയ പ്രതിസന്ധിയുടെ സൊല്യൂഷൻ ഈ ഉറങ്ങുന്നവന്റെ കയ്യിലാണ്. നിന്റെ കയ്യിലാണ് മറുപടി. അടുത്ത കാര്യങ്ങൾ നീയാ തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി വിശ്വസിക്കാമോ, എൻ്റെ പക്കൽ ചില പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയത്തിന്റെ മറുപടിയുടെ അധികാരം ദൈവം തന്നിട്ടുണ്ടെന്ന്. ആരെയൊക്കെ തൊട്ടു ദൈവം ഇടപെടുകയാ. ഈ പ്രശ്നത്തിന് രാഷ്ട്രീയക്കാരന് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് ആഭിചാരക്കാരന് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് മന്ത്രവാദിക്ക് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് ബുദ്ധിമണ്ഡലങ്ങൾക്ക് മറുപടിയില്ല. ഈ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവനെ ഈ പ്രശ്നത്തിന് മറുപടിയുള്ളൂ. ഓ ഹല്ലേലൂയ. നീ നിന്നെ തന്നെ ചെറുതായിട്ട് കാണല്ലേ. നിങ്ങൾ സ്വോത്രം പറഞ്ഞു. രക്ഷിക്കപ്പെട്ട നിന്നെ കൈയടിക്കാനും അന്യഭാഷ പറയാനും സ്വോത്ര കാഴ്ചയിടാനും വേണ്ടി വിളിച്ചേക്കുവാൻ ധരിക്കരുത്. നിന്നിൽ നീ അറിയാതെ അടക്കം ചെയ്തേക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഈ ഉപവാസത്തിൽ അത് പുറത്തു വരണം, അത് പുറത്തു വരണം. നിന്നിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിന്റെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരണം. മറുപടി നിന്റെ പക്കലാണ്, വിടുതൽ നിന്റെ പക്കലാണ്. നീ ആരാന്നറിയാമോ? വലങ്കയും ഇടങ്കയും തിരിച്ചറിയാത്ത 1,20,000 ചില്ലുവാനം വരുന്ന ഒരു സമൂഹത്തെ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കേണ്ടവനാ. നിന്റെ നാവില അവന്റെ വിടുതലിരിക്കുന്നേ, നിന്റെ കയ്യില അവന്റെ വിടുതലിരിക്കുന്നേ. നീ ഉറങ്ങേണ്ട സമയമല്ല, നീ ഉറങ്ങേണ്ട സമയമല്ല. ഇന്ന് രാത്രി നീ ദൂത് ഏറ്റെടുക്കാതെ പോകരുത്. നിന്നിൽ അസാധാരണമായ ഒരു ദൈവകൃപ പകർന്നാണ് ദൈവം നിന്നെ കൃപയിൽ കൊണ്ടുവന്നത്. ഒരു വലിയ കൂട്ടം ജനം നിന്റെ ഒരു വാക്കിൽ അനുദപിച്ച് മടങ്ങി വരാൻ തയ്യാറാ.
വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ വാക്യവും വായിക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും ഈ മനുഷ്യ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, ഞാനൊരു എബ്രായൻ. ആരാ എബ്രായൻ? ആരാ എബ്രായൻ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം മെസപ്പൊട്ടോയിൽ നിൽക്കുമ്പോൾ അവൻ്റെ പേര് കൽദയൻ എന്നാ. കൽദയൻ. അവൻ്റെ പാരമ്പര്യം കൽദയ പാരമ്പര്യ. അവൻ്റെ ആരാധന കൽദയ ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദിമ സംസ്കാരങ്ങളുടെ ഉറവിടമായ മെസപ്പൊട്ടോമിയിൽ അവൻ ജനിച്ചു വളരുകയാണ്. കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആരോടും അനുവാദം ചോദിക്കാതെ, ജഡരക്തങ്ങളോട് ചോദിക്കാതെ താന് യൂപ്രട്ടീസ് കടന്നു. മെസപ്പൊട്ടോമിയിൽ നിന്ന് യൂപ്രട്ടീസിൽ ഇറങ്ങി അക്കരെ കയറി കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകുന്നവനെ നോക്കി അക്കരെ നിൽക്കുന്ന കൽദയർ വിളിച്ച പേരാണ് വിളി കേട്ട് വെള്ളത്തിലിറങ്ങി അക്കരെ കയറിയവൻ എന്നർത്ഥമുള്ള എബ്രായൻ. സ്തോത്രം. ആരാ എബ്രായൻ? ദൈവശബ്ദം കേട്ട്, ദൈവവിളി കേട്ട് അഭിഷക്തന്റെ കൈ കീഴെ വെള്ളത്തിലിറങ്ങി കരയ്ക്ക് കയറി പുറപ്പെടുന്നവന്റെ പേരാ എബ്രായൻ. ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്ത് എബ്രായരല്ല ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. വെള്ളത്തിലിറങ്ങി കയറിയവരെല്ലാം കൈ ഉയർത്തിയവൻ ഹല്ലേലൂയ പറഞ്ഞേ. സ്നേഹിത, നിന്റെ പേരാ എബ്രായൻ. പ്രൈസ് ദി ലോർഡ്. നീ ലജ്ജിക്കരുത്. നീ ഓഫീസിൽ ചെല്ലും പറഞ്ഞ ഞാൻ എബ്രായനാ. നിന്നെ ആക്കിയ സ്ഥാപനത്തിൽ പറഞ്ഞ ഞാൻ എബ്രായനാ. നീ ലജ്ജിക്കരുത്. നിന്നെ വിളിച്ചിറക്കിയ ദൈവം കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നീ ആ ഒരു വാക്ക് പറയുമ്പോൾ സ്വർഗം പറയുകയാണ്, പരസ്യവേദിയിൽ എന്നെ ഉയർത്താൻ അവൻ ലജ്ജിക്കാത്തത് കൊണ്ട് നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. ഓ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു. 9-ാമത്തെ വാക്യം. അതിന് അവൻ അവരോട് ഞാനൊരു എബ്രായൻ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഒരല്ലിയ പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ മടി കൂടാതെ ഞാൻ എൻ്റെ ആ വ്യക്തിത്വം വെളിപ്പെടുത്തും. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും, ഇനി എടുത്ത് കപ്പലിൽ നിന്ന് പൊക്കി കടലിനകത്തിട്ടാലും, ഇനി കടലാനയുടെ വയറ്റിൽ 3 ദിവസം കിടക്കേണ്ടി വന്നാലും, ഞാൻ ആരാണെന്ന് പറയാൻ ലജ്ജയില്ലാത്തവർ മാത്രം കൈയൊന്ന് ഉയർത്തിക്കുക. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിനാവശ്യം പേടിത്തൊണ്ടന്മാരെ അല്ല, ഭയവും പീരിത്തും ഉള്ളവനൊക്കെ വിട്ടുപൊക്കോണം. ദൈവത്തിനാവശ്യം ഭയമില്ലാത്തവനെയാ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെന്ന് നീ പറയാൻ തൻ്റെ ഇടം കാണിച്ചാൽ, നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചിലതെല്ലാം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഹോ, നിങ്ങൾ ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. മതി. നീ എൻ്റെ പേർക്ക് നിൽക്കാമോ? ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത വാഹനം, ആഴത്തിൽ ഇതുവരെ ഒരുത്തന്റെ കണ്ണി വെളിപ്പെട്ടിട്ടില്ല. ഉലകത്തിൽ ഒരുത്തൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ലാത്ത സ്പെഷ്യൽ മഹാമത്സ്യം ദൈവം കൽപ്പിച്ചാക്കിയേക്കുക. ആർക്കു വേണ്ടി? തൻ്റെ ഇടത്തോടെ ഞാൻ ഒരു എബ്രായനാന്ന് പറയാൻ, കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചാരാധിക്കുന്നവനാന്ന് പറയാൻ ലജ്ജയില്ലാത്തവന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ ഒരു കരുതലുണ്ടെങ്കിൽ നിരത്ത് ഞാൻ രാത്രി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്.
വിശ്വസിക്കാമോ? നീ നേരോടെ നിന്നേ, പ്രാഗൽഭ്യത്തോടെ നീ ആരാന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഈ പ്രസംഗം കേട്ടപ്പോൾ അഗ്രിപ്പാവിന് ചെറിയ ഭയമകത്തുണ്ടായി. ഈ നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇന്ദ്രിയജയമില്ലാത്ത പുള്ളി, സ്തോത്രം, ദൈവത്തിൻ്റെ ന്യായവിരുമ്പി വിറച്ചുപോയി. അപ്പോൾ പുള്ളി പപ്പ അടിച്ചുകൊണ്ട് പറഞ്ഞു, പൗലോസെ നിർത്ത്, നിനക്ക് ബുദ്ധിഭ്രമം പിടിച്ചേക്കുക. സ്തോത്രം. അതുകൊണ്ട് നീ ഒരു വാക്കുകൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പുള്ളി ആ വെപ്രാളത്തിൽ പറഞ്ഞ ന്യായവിധിയൊക്കെ ഇടം പുള്ളി ഞെട്ടിപ്പോയി. സ്തോത്രം. ഉടനെ പൗലോസിൻ്റെ കയ്യിലും കാലിലും ചങ്ങല കിടക്കുക. ഈ ചങ്ങല ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല, എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ പേരും ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനകത്ത് എത്ര പേര് പറയാൻ തൻ്റെ ഇടമുണ്ട്? ചങ്ങലയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത ദൈവകൃപ നിന്റെ മേൽ ദൈവം പകർന്നാൽ നീ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. നീ ദൈവത്തിന്റെ സാക്ഷിയായി മാറാൻ എതിരികൾ പെരുകട്ടെ, രാജത്വങ്ങൾ, സ്ഥാനമാനങ്ങൾ നിനക്കെതിരാകട്ടെ, നീ ധൈര്യത്തോടെ പറയണം, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്തുവാകട്ടെ, അതിൻ്റെ മറുപടി ദൈവം കൽപ്പിച്ചാക്കിയിട്ടു. വിശ്വാസമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവ പൈതലാന്ന് തൻ്റെ ഇടത്തോട് പറഞ്ഞവനെ വിഴുങ്ങാൻ 3 ദിവസം കിടക്കുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ ദഹന ശക്തി കൊണ്ട് ഇവൻ്റെ ദേഹത്തിന് ഒരു കേടും വരല്ല. ഇവന് ലഭിക്കേണ്ട മാനുഷികമായ ശ്വസനവും എല്ലാം ലഭിക്കണം. സ്തോത്രം. അതിനകത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സംവിധാനം വേണം, അതിനുള്ള സ്ഥലസൗകര്യം വേണം. ഹലോ. അവൻ അവിടെ കിടന്നുകൊണ്ട് ഞെളിവിരി കൊണ്ടെന്നല്ല, അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഒരുക്കിയ മീനിൻ്റെ വയറിനകത്തെ സംവിധാനം നോക്കിയോ, ഭക്തന് വേണ്ടി മാത്രം ഒരു റൂം മീനിൻ്റെ വയറ്റിനകത്ത്. നല്ല രീതിയാ പറയണം. നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ കേരയോ ചൂരയോ കണ്ടിട്ട് ആ വലിപ്പം വെച്ചുകൊണ്ടിരിക്കല്ലേ. എന്നെക്കാട്ടി വലിപ്പമുള്ള യഹൂദനായ യോനയെ അകത്തിട്ട് 3 ദിവസം അവന് യാതൊരു കേടും വരാതെ സഞ്ചരിക്കാവുന്ന വയറുള്ള മീനാ. ഹലോ. ദൈവം കൽപ്പിച്ചാക്കിയതാ. എൻ്റെ ചിന്ത ഇവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാഹനം. സ്തോത്രം പറയണം. ഇന്ന് രാത്രി ലോകത്തിലെങ്ങുമില്ലാത്ത ഒന്ന് ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുന്നവന് വേണ്ടി ദൈവം കൽപ്പിച്ചുണ്ടാക്കുമെന്ന് ഈ ദൂത് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിനക്ക് വേണ്ടി ഇതുവരെ ലോകത്തിൽ മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചിന്ത, ഈ തിരമാലയെ അടിച്ചതിൻ്റെ പുറകിൽ കടൽ വല്ലാതെ കോപിച്ചതിൻ്റെ പുറകിൽ ഇത്രയും വലിയ മീൻ കിടന്നത് ഏതെങ്കിലും വലിയ അടിത്തട്ടിലായിരിക്കും. അപ്പം അടിയിൽ നിന്ന് ഇവനെ പൊക്കി മേളിൽ കൊണ്ടുവരാൻ വേണ്ടി കൂടെ അടിച്ച കാറ്റാണ്. ഇപ്പം ചില കാറ്റ് നിന്റെ നന്മ അങ്ങ് ആഴത്തി കിടക്കുകയാണ്, അതുകൂടി ഞാൻ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ളതാ. മനസ്സിലാകുന്നവർ ആരാധിക്കാതിരിക്കല്ലേ. മൂടപ്പെട്ട് കിടക്കുന്ന, ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ദൈവിക നന്മകൾ നീ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് ഉയർന്നു വരാനാണ് ഇന്ന് രാത്രിയിൽ ചില കാറ്റുകൾ അടിക്കുന്നത്. നിന്നെ തകർക്കാനല്ല, നിന്നെ സംരക്ഷിക്കാനാ, നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാനാ, ദൈവത്തിന്റെ പദ്ധതി നിന്നെ കൊണ്ടെത്തിക്കാനാ. വിശ്വസിക്കുന്നവർ ഈ രാത്രി മൗനമായിരിക്കരുത്, ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ഈ കാറ്റിന്റെ പുറകിൽ നിന്റെ നന്മ വെളിപ്പെട്ടു വരണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കടലിന്റെ തൊട്ട് താഴെ വന്ന് ഇങ്ങനെ മീൻ വായ പൊളിച്ച് നിൽക്കുക. യുവമാരൊന്ന് പൊക്കി ഇട്ടിട്ട് വേണ്ടേ പുള്ളിക്ക് വിഴുങ്ങാൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ചിലതൊക്കെ നിന്നെ പ്രതീക്ഷിച്ച് നിന്റെ തൊട്ട് താഴെ തുറന്ന വായുമായി നിൽപ്പുണ്ട്. അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാനാണ്. വിശ്വാസമുള്ളവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഈ 9ാമത്തെ രാത്രി ആത്മാവ് സഭയോട് പറയുന്നു,
സഭയ്ക്ക് വേണ്ടി ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത്, ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത്. ഓ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റടിപ്പിച്ച് നീ നിൽക്കുന്ന ഇടത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാ ദൈവം ഇവിടെയുണ്ട്. ഇത് ഏറ്റെടുക്കുന്നവർ മാത്രമാ കരമടിച്ച് ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരെ, ഈ 9ാമത്തെ രാത്രി നിനക്ക് വേണ്ടി മാത്രം. ഓ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 17ാമത്തെ വാക്യം. യോനയെ വിഴുങ്ങേണ്ടതിന്, ആ നാട്ടുകാരെ വിഴുങ്ങാനല്ല, ഇതൊരൊറ്റ ആക്ക് വേണ്ടിയുള്ള മറുപടിയാ. ഹലോ, യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു മഹാമത്സ്യത്തെ. നിന്റെ മനസ്സിൽ നത്തോലിയല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്? ഹലോ, സ്വതന്ത്രം പറഞ്ഞല്ല, നീ ചെറിയ നത്തോലിയും കണ്ടോണ്ടിരിക്കല്ലേ. ദൈവം ഒരുക്കുന്നതിൻ്റെ വലിപ്പം നിനക്ക് പറയാനില്ല. ഞാനൊന്ന് പ്രാർത്ഥിച്ച്, ദൈവം ഇതിൻ്റെ വലിപ്പമുണ്ട്, എൻ്റെ മനസ്സിൽ പറ, ദൈവത്തോളം വലിപ്പമുണ്ട്. എടാ, ദൈവം കൽപ്പിച്ചാക്കുന്നതിൻ്റെ വലിപ്പം നിനക്കറിയത്തില്ലെന്ന്. നിന്റെ ഇട്ടാവട്ടമുള്ള കണ്ണുകൊണ്ട് നോക്കി അത് കാണാനൊക്കത്തില്ല. ഇന്നിനകത്ത് നീ പ്രാഗൽഭ്യത്തോടെ നിൽക്ക്. ദൈവം ഒരുക്കുന്നതിന്റെ ശ്രേഷ്ഠത അത്ര വലുതാ. ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്തത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ആഴത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ. ഓ, പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഹോള് പണിയുവാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിരിക്കുന്നത് എന്തുവാ? 40 അടി നീളം, 20 അടി വീതി. ഞാൻ ഒരു ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട ചുമതല കുറേ കാലമായിട്ടിങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പല ചുമതലകളിൽ ധാരാളം ഹോളുകൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവിടെ എല്ലാം 5 സെൻറ്റ് സ്ഥലവും 40 അടി നീളവും 20 അടി വീതി. അങ്ങോട്ട് ഷീറ്റിട്ട് ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു കൊച്ചടുക്കളയും. സ്തോത്രം. ഹലോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒരുക്കുന്നത് നീ കാണുന്ന 20-40 ഒന്നും അല്ല. നിന്റെ ഹൃദയത്തിലെ ദർശനം അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ ദർശനം മാറണം, നിന്റെ വെളിപ്പാട് മാറണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. ഈ രാത്രി ചെറിയതൊന്നും നീ പ്രതീക്ഷിക്കല്ല. ഹല്ലേലൂയ. നിന്റെ ദൈവം വലിയ ദൈവമായതുകൊണ്ട്, ഈ രാത്രി പ്രാർത്ഥന കേൾക്കുന്ന ദൈവം വലിയ ദൈവമായതുകൊണ്ട്, ഓ ഹല്ലേലൂയ, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനൊത്ത വിടുതല് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവം മതിയായവന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോനയ്ക്ക് വേണ്ടി ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. സ്തോത്രം. ഇനി ഈ മത്സ്യത്തിനകത്ത് യോനയല്ലാതെ വേറെ ഒരു പുള്ളിക്കും യാത്ര ചെയ്യാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയ, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരുക്കിയ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയ, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം ഒരുക്കിയ. ഓ, വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നിന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം എൻ്റെ ദൈവം ഒരുക്കിയ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണെന്ന് ഈ 9ാമത്തെ രാത്രിയിൽ ആത്മാവ് സഭയോട് പ്രവചിച്ചു പറയുകയാ. ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത് നിനക്ക് വേണ്ടി ഉയർന്നു വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇത് ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഈ ലൈവിനകത്ത് ഇന്ന് രാത്രി ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളുടെ ഏത് ടൈം സോണെന്ന് കാണുന്ന സ്നേഹിത, നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നീ കരയുന്ന വിഷയത്തിന്, നീ തകർന്ന വിഷയത്തിന് ഒരു മറുപടി ഇന്ന് രാത്രിയിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാ. ഹല്ലേലൂയ. വായിച്ചേ. യോനയെ കൽപ്പിച്ചാക്കിയ മത്സ്യം എന്ത് ചെയ്തു? അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. വായിച്ചോ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അപ്പൊ ഈ കിടന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ സൗകര്യത്തിലാണ് പുള്ളി കിടക്കുന്നത്. സ്തോത്രം. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ
കിടന്നു, പ്രാർത്ഥിച്ചു. എടാ, പ്രാർത്ഥിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ നീ എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചില്ല. അതല്ലേ പറഞ്ഞ് ദേവദാസൻ പറഞ്ഞ് 5 തൊട്ട് 7 വരെ 9 വരെ ഇവിടെ ഹോളിൽ എല്ലാ ദിവസവും എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. 9 തൊട്ട് പൊതുയോഗമുണ്ട്. സ്തോത്രം. ഉച്ചയ്ക്ക് ഒരു അല്പസമയം റെസ്റ്റ് കഴിഞ്ഞാൽ 2 തൊട്ട് 4 വരെ പിന്നെ ഇവിടെ നിന്നുണ്ട് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വരാൻ സമയമില്ല. നമ്മൾ പൊതുയോഗത്തിലാണ് വരുന്നത്. പൊതുയോഗത്തിൽ വരുന്ന ഉപവസിക്കാൻ വരുമല്ല, ഉപദേശിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗം കേൾക്കാൻ വരുന്ന. കാരണം നല്ല പ്രസംഗകാരെയും നല്ല പാട്ടുകാരെയും ദേവദാസം വിളിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസംഗം കേട്ടു, കുറേ കുറിച്ചെടുത്തു, കുറച്ച് ലൈവിൽ കണ്ടങ്ങ് പോവുകയാണ്. പക്ഷേ ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരെയാണ്. ഹലോ, ദൈവത്തിന് വേണ്ടി എനിക്ക് നിൽക്കണം. ദൈവം പരമേൽപ്പിച്ചാൽ ഏൽപ്പിക്കപ്പെടുന്നത് വിശ്വാസത്തോടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? അതിന് പ്രായം വ്യത്യാസമില്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, സമർപ്പണം മാത്രം മതി. നീ ഒന്ന് സമർപ്പിച്ചാൽ ദൈവം ഇന്ന് രാത്രി മുതൽ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ കഴിവുകളൊന്നും ദൈവത്തിന് വിഷയമല്ല, നിന്റെ പ്രസംഗശാസ്ത്രം ഒന്നും ദൈവത്തിന് വേണ്ട. നീ ഒന്ന് സമർപ്പിച്ചാൽ മതി. നിന്നെ ഉപയോഗിക്കാൻ നമ്മുടെ ദൈവം മതിയായവനാ. ഈ രാത്രി കരമുയർത്തിയവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്നിലൂടെ ഈ നൂറ്റാണ്ടിൽ ഈ പട്ടണത്തിൽ, ഈ നഗരത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അയ്യം വിളിച്ച് കരഞ്ഞു. സ്തോത്രം. മത്സ്യം അവനെ കൊണ്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. അടുത്ത വാക്യം. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വാക്യം. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. അടുത്ത വാക്യം. ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. അടുത്ത വാക്യം. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. കതകിന് മാത്രമല്ല ഓടാമ്പല്, ഭൂമിക്ക് ഓടാമ്പലുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരണേ. എല്ലാ വാക്യമൊന്നും പറഞ്ഞില്ല, ചില വാക്കുകൾ മാത്രം. പടികിടന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഭൂമിയുടെ ഓടാമ്പൽ കൊണ്ട് എന്നെ അടച്ചു. സ്തോത്രം. കതകിൻ്റെ ആയിരുന്നു നമുക്ക് കാണാമായിരുന്നു, തുറന്നു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് ഉപദേശിക്കോ പ്രവാചകനോ ആർക്കും തുറക്കാൻ വയ്യാത്തടത്തെ പൂട്ടിയേക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. സ്തോത്രം. ഒരുമാതിരി പൂട്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചില കടുപ്പമുള്ളാണെങ്കിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ ഇത് പൂട്ട് എവിടെയാന്ന് കണ്ടിട്ട് വേണ്ടി അഴിക്കാൻ. പ്രൈസലോ. ഇതിപ്പോൾ 4-ാം വേദക്കാരൻ്റെ കെട്ടല്ല, അന്യാരാധനക്കാരൻ്റെ പൂട്ടല്ല, ഭൂമിയുടെ ഓടാമ്പൽ കൊണ്ട് നീ എന്നെ. പ്രൈസലോ. ആർക്കെങ്കിലും തുറക്കാമേ? തുറക്ക. ഹലോ. ഇത് തുറക്കാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവത്തെ കൊണ്ട് കഴിയത്തു. പ്രൈസലോൺ, പ്രൈസലോൺ. ഇനി കൈയടിക്കാൻ വരട്ടെ. ഈ പ്രശ്നം ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാകാൻ കാരണക്കാരൻ ആരാ? ദൈവമാണോ? ആരാ കാരണക്കാരൻ? യോനായ. ഞാൻ വലിയ കഷ്ടത്തിലായി, പുല്ലെൻ്റെ തലപ്പാവായി, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി, ആഴങ്ങൾ എന്നെ മൂടി, പെരുവെള്ളം എന്നെ ചുറ്റി വളഞ്ഞു, ഞാൻ വലിയ കഷ്ടത്തിലായെന്നൊക്കെ പറയുമ്പോൾ ഇതിന് നമ്മൾ ആരെങ്കിലും ഉത്തരവാദിയാണോ? പറ. ആണോ? അല്ല. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാ? യോനയ്ക്ക. ഇന്ന് രാത്രി നിന്റെ പല പ്രശ്നങ്ങളുടെ ഉത്തരവാദി നീയാ. മിണ്ടുന്നില്ല. നമ്മളതിന് ആരാണ്ടെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസലോ. ദൈവം കൽപ്പിച്ച അരുളപ്പാട് നീ വരുമ്പോൾ പ്രശ്നം തീരും. ഈ പ്രശ്നത്തിന് ദൈർഘ്യം പറയാൻ പോവാ.
24 മൊത്തം ഉണ്ടോ 25 മൊത്തം ഉണ്ടോ എന്നെല്ലാം ഞാൻ പറയാൻ പോവാണ്. കറക്റ്റ് പ്രവചനം പറയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിടത്ത് നീ എപ്പോഴെത്തുമോ അപ്പോൾ ഈ പ്രശ്നമെല്ലാം തീരും. ഹല്ലേലൂയ. കയ്യടിയൊക്കെ കുറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ രാത്രി ജയിച്ച് നീ ദൈവത്തെ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് അരുളി ചെയ്തത് എന്തോ ആ നിലവിലേക്ക് നീ ഒന്ന് കേറി വന്നാൽ നിന്നെ ഇട്ട് ആടി ഉലയ്ക്കുന്ന ഈ വലിയ വിഷയം, വലിയ കഷ്ടത്തിലാക്കിയ വിഷയം, പരിഹാരമില്ലാത്ത വിഷയം ഇന്ന് രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മത്സ്യം കൊണ്ട് നിനവിയിൽ കൊണ്ട് ആരെ ഛർദ്ദിച്ചു? യോനയെ ഛർദ്ദിച്ചു. ഇത് സത്യമാണെന്ന് തെളിയാൻ ഈ പുസ്തകം നമുക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഈ ഭൂമിയുടെ അടിയിൽ ഇരിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായി നടന്ന സംഭവം ഒരല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. അങ്ങനെ യോനയെ അവിടെ കൊണ്ടയാക്കി. യോന അവിടെ ചെന്നിട്ട് ഒറ്റ പ്രസംഗം ഒന്ന് വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട നഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന് എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. 3 ദിവസം ചുറ്റി നടന്നാലേ നിനവെ പട്ടണം മൊത്തം കാണാം. അത്രയും വലിയ മഹത്തായ വലിയൊരു പട്ടണം. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഒരു സ്തോത്രം പറഞ്ഞു. ഇവിടെയാണ് ജനത്തിന് സമർപ്പണം നമ്മൾ അറിയേണ്ടത്. ഇദ്ദേഹം ആ മീനിന്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിക്കപ്പെട്ട അവസ്ഥയിൽ ലഭിച്ച ആ ശക്തിയിൽ ഒരു കൊച്ചു പ്രസംഗം, ഒത്തുവാക്യമോ കുത്തുവാക്യമോ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. അടുത്ത 40 ദിവസത്തിനകം ഈ മനോഹരമായ 3 ദിവസം കൊണ്ട് ചുറ്റിക്കാണേണ്ട വലിയ നിനവെ പട്ടണത്തെ എന്റെ ദൈവം ന്യായം വിധിക്കാൻ പോകുകയാണ്. പ്രസംഗം തീർന്നു. സ്തോത്രം. പക്ഷെ കേട്ട ജനം അഭിഷക്തന്റെ വായിൽ നിന്ന് വന്ന ആത്മാവിന്റെ ദൂത്, ഒന്നുകൂടെ പറഞ്ഞ ആഴങ്ങളിൽ കിടന്ന് നിലവിളിച്ചവന്റെ ദൂത്, പ്രൈസ് ദി ലോർഡ്, കഷ്ടതയുടെ ആഴങ്ങളിൽ കിടന്ന് അലറിക്കരഞ്ഞവന്റെ ദൂത് ജനം മൊത്തം ഏറ്റെടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൂതുകളെ നീ അവഗണിക്കരുത്. ദൈവാലോചനയോട് നീ മറുത്തു നിൽക്കരുത്. നീ ദൈവാലോചനയ്ക്ക് ചെവി കൊടുത്താ പോരാ. ദൈവാലോചന ഏറ്റെടുത്ത് മുഴങ്കാലം അടക്കാൻ തയ്യാറായാൽ ന്യായവിധികളെ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ചില ന്യായവിധികളെ ദൈവം മാറ്റാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. യോന പറഞ്ഞു തീർന്നപ്പോഴേ എന്നാ പിന്നെ 26-ാം തീയതി കഴിയട്ടെ ഒക്കുവാണെങ്കിൽ ഒരു 3 ദിവസം എന്ത് ചെയ്യാം, ഉപവസിക്കും. കൊച്ചിൻ്റെ കല്യാണം എല്ലാം പറഞ്ഞു വെച്ചേക്കാം. എന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ഉപവസിക്കാം. ഈ നിലവിലുള്ളവർക്ക് വേറെ പ്രോഗ്രാം ഒന്നുമില്ല ആഴ്ചകളിൽ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നടക്കേണ്ട കല്യാണം കാണും, വീട് പ്രതിഷ്ഠ കാണും, ഇല്ലേ? ഒരു ദൂതിന്റെ മുമ്പിൽ സകല ഫംഗ്ഷനും സകല പ്രോഗ്രാമും കട്ട് ചെയ്തു. അതിൻ്റെ പേര് പിണങ്ങുന്നും പിണങ്ങട്ടെ, പോകുന്നും പോകട്ടെ, ഇതൊന്നും ദൂത് കേട്ടവന് വിഷയമല്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ എപ്പോഴായിരിക്കും ഉപവസിക്കുന്നത്?
നമുക്ക് സൗകര്യപ്രദമായ ഡേറ്റ് കിട്ടുമ്പോൾ അല്ല ഉള്ളൂ. അല്ല ഇങ്ങോട്ട് മത്സ്യം ഛർദ്ദിച്ചോ വന്നെന്നും പറഞ്ഞോണ്ട് നമ്മളങ്ങാണ്ട് കേട്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തോട് ദൈവം കരുണ കാണിക്കാൻ കാരണം ഒരു ചെറിയ ദൈവശബ്ദത്തെ അവഗണിച്ച് കളയാതെ, സ്തോത്രം പറയണം, ഒന്നുകൂടെ പറയുന്നു, ഒരു മനുഷ്യന്റെ ഇവൻ ആരാന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. യോന ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ യോനയുടെ വായിൽ നിന്ന് വന്നത് ദൈവത്തിന്റെ അരുളപ്പാടാന്ന് ഗ്രഹിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടിന് മുമ്പിൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ, ഉയർന്നവൻ മുതൽ താണവൻ വരെ, ഉന്നതൻ തുടങ്ങി ഏറ്റവും താഴെ തട്ടിയുള്ളവൻ വരെ രട്ടുടുത്തു. സ്വത്രം പറയണം. നനഞ്ഞ വെള്ളത്തിൽ നനഞ്ഞ ചാക്കെടുത്ത് പറ്റ ഉടുത്തു, ആഹാരം വെടിഞ്ഞു. പശുക്കൾ കിടന്ന് അമറി, കോഴി അലച്ചു, ആട് ബഹളം വെച്ചു, വീട്ടിലെ വളർത്തു നായ്ക്കളും പൂച്ചകളും ഒക്കെ ബഹളം വെച്ചു. പക്ഷെ ഉപവാസം എല്ലാത്തിനും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഉപവാസം? സ്തോത്രം. അവിടെ ഒരു 80 വയസ്സ് 90 വയസ്സും കഴിഞ്ഞ് അമ്മച്ചിമാർ കാണത്തില്ലേ? വീൽ ചെയറിൽ കിടക്കുന്നവരോ സ്ട്രെച്ചറിൽ നടക്കുന്നവരൊക്കെ കാണത്തില്ലേ? അതോ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഉള്ളതൊക്കെ? പ്രൈസ് ദി ലോർഡ്. ബായി കെട്ടി കിടക്കുന്ന അപ്പച്ചന്മാർ കാണത്തില്ലേ? പക്ഷെ എല്ലാവരോടും പറഞ്ഞു 3 ദിവസം വെള്ളമില്ല, 3 ദിവസം ആഹാരമില്ല. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ നേരവും കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്ന മിടുക്കരാ. ഒരു നേരമല്ല, ഓരോ നേരം. പിന്നെ വെയിലായതുകൊണ്ട് തൈര് ലസ്സിയായിട്ട്, സ്തോത്രം, ഫ്രൂട്ട്സിനകത്ത് ജ്യൂസാക്കിയിട്ട് അതിനകത്ത് ഐസ്ക്രീം കൂടെ ചേർത്ത്, ഇതെല്ലാം കഴിച്ചേച്ച് വന്നിരിക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോന്നെ. പ്രൈസ്. ഇതെല്ലാം ഉപവാസമൊന്നുമല്ല. പക്ഷെ നിനവേക്കാർ ചെയ്തതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും നല്ല ഉപവാസം. ഇനിയുണ്ട് ഒരു 12 ദിവസം. ഈ 9 ദിവസം ഫ്രൂട്ട്സ് കഴിച്ചതൊന്നും നമുക്ക് വിഷയമല്ല. സ്തോത്രം. ലസ്സി അടിച്ചതും വിഷയമല്ല. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ദൈവഹിതപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്ക്, ദൈവഹിതപ്രകാരം ഒരു ഉപവാസത്തിന്, ഹല്ലേലൂയ. ഈ ചാക്കൊടുക്കുന്നതിന്റെ സുഖം നിങ്ങൾക്കറിയാമോ? നനഞ്ഞ ചാക്കൊടുക്കുന്നതിന്റെ സുഖം അറിയാമോ? പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൽ കുതിർത്ത ചാക്കാണ് എടുത്തു കൊടുക്കുന്നത്. അതാ രട്ടുടുക്കുക എന്ന് പറഞ്ഞ. സ്തോത്രം. എന്നിട്ട് ചാരത്തിലിരിക്കുക, ചാരന്മാര് തലേ കൊട്ടുക, തങ്ങളെ തന്നെ അനാവൃതരാക്കുക, എന്നിട്ട് അയ്യം വിട്ട് നിലവിളിക്കുക. സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഈ ജനത്തിന്റെ കണ്ണുനീരിന് മുമ്പിൽ സ്വർഗം പറഞ്ഞു, ഞാൻ എന്റെ തീരുമാനം മൊത്തം മാറ്റുകയാ. ഞാൻ ഈ ജനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആര് ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഓ, രക്തത്താലേ ജയം. നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ പ്രാർത്ഥനയും കറക്റ്റ് ആണെങ്കിൽ നിന്റെ മറുപടി ഒരു ശകലം താമസിക്കത്തില്ല. സ്തോത്രം. ഇപ്പൊ ഇവര് ശക്തമായി നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ ദൂതിൽ വിശ്വസിച്ചു. അവരൊറ്റക്കെട്ടായിട്ട് ഒരു ഉപവാസം പരസ്യം ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച്, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. നിങ്ങളെ വാക്യം ഒന്നുകൂടെ വേണേ വായിച്ചു. 3:5. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. IPC-കാരല്ല, ചർച്ചകോടുകാരല്ല, ഇൻഡിപെൻഡുകാരല്ല, ഹലോ, CSI-കാരല്ല, യാക്കോബക്കാരല്ല, നിനവേക്കാർ. അങ്ങനെ മിണ്ടിയില്ല. മനസ്സിലാകുന്നുണ്ടോ?
പ്രശ്നം വന്നപ്പോൾ നാട്ടുകാരെല്ലാം ഒന്നായി. ആ കാര്യം ഈ കാര്യമൊക്കെ മാറി. ഇപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നിനവേക്കാരായി. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് ലേബലെല്ലാം പോയി. ഹല്ലേലൂയ. ഞങ്ങളുടെ കൊടുക്കിയിലെ നിൽക്കാമെന്നുള്ളൊക്കെ മാറി. പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. ഇന്ന് രാത്രി സഭ ഒന്നിക്കേണ്ട സമയമാ. തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ സഭാ സംഘടന വ്യത്യാസങ്ങൾ മറന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി വരും മുമ്പേ ഒന്നിച്ചാകാൻ തയ്യാറായാൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവേക്കാർ യോനായി വിശ്വസിച്ചെന്നല്ല, ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ പറയണം. അപ്പൊ ആ ഉപദേശി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും എന്ന് പറഞ്ഞ് ആ ഉപദേശിയുടെ വിലയല്ല കൽപ്പിച്ച്. ആ ഉപദേശി പറഞ്ഞത് ദൈവം പറഞ്ഞതാന്ന് കണ്ടു. ഒരു വേദിയിലും ദൈവം പറയാതെ ആർക്കും കൂടുതൽ സമയം നിൽക്കാനൊക്കത്തില്ല. ബാക്കിയെല്ലാം ഒരു സമയമാകുമ്പോൾ കെട്ടുപോകും. നിലനിൽക്കുന്ന ഓർത്തോണം ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്ന ദൂത്. സന്തോഷമുണ്ട്, കൈയടിക്കണം. നീ മുഖവലക്കെടുക്കണം. എന്നിട്ട് നീ ദൈവത്തെ ഒന്ന് സേവിച്ചു നോക്കിക്കേ. നിശ്ചയമായ മറുപടി ഉണ്ട്, നിശ്ചയമായ വിടുതലുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. നിനവേക്കാർ ഒന്നിച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. വലിയവരും ചെറിയവരും, കന്നുകാലികളും ആടുമാടുകളും അവർക്കുള്ളതെല്ലാം എന്ത് ചെയ്തു? ഉപവാസമിരുന്നു. ദൈവം അന്നേരം ഇടപെട്ടു. ദൈവം ന്യായവിധി മാറ്റി. ഇപ്പം ഈ ദൂത് പറഞ്ഞ് ഉപദേശിച്ച് പോയി അടുത്തൊരു മലയെ കയറിയിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ തീരുന്നത് കാണാൻ. സ്തോത്രം. അദ്ദേഹം പറഞ്ഞ കാര്യം നിവർത്തിക്കപ്പെടുന്നത് കാണാൻ വേണ്ടി പുള്ളി പോയി ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇരിക്കുമ്പോൾ അവിടെ തണലൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ 40 ഡിഗ്രി ചൂടല്ലേ. പുള്ളി നോക്കുക, പെട്ടെന്നൊരാവണക്ക്. അതും ദൈവം കൽപ്പിച്ചാക്കിയ. ഒന്ന് വായിച്ചേര് 4:6. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. 7 വായിച്ചേ. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക്, മത്സ്യത്തെ കൽപ്പിച്ചാക്കി, ആവണക്ക് കൽപ്പിച്ചാക്കി, പുഴുവിനെ കൽപ്പിച്ചാക്കി. 8-ാമത്തെ വാക്യം വായിച്ചേ. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു. ഇതെല്ലാം തമ്പുരാൻ കൽപ്പിച്ചാക്കുക. എൻ്റെ കൂടെ വരണേ. യോനയുടെ സങ്കടം മാറ്റാൻ. യോനയ്ക്ക് എന്നെ ഇപ്പൊ സങ്കടം? കൊച്ചിന് 31 വയസ്സായി, കല്യാണം കഴിഞ്ഞില്ല. അത് വല്ലതും ആണോ? ഹലോ, ഞാൻ അന്നേ പറഞ്ഞതാ MBBS കൊണ്ട് നിർത്ത് MD എടുക്കേണ്ടത്. പക്ഷെ കൊച്ചു MD എടുക്കാതെ കല്യാണം നടത്തില്ല. MBBS എടുത്ത് എൻട്രൻസും പാസ്സായി MD എടുത്ത് 31. ഇനി 32 ഇല്ലാതെ ചെറുക്കനെ കിട്ടാതെ കെട്ടിക്കാൻ നോക്കൂ. അതാണോ യോനയുടെ പ്രശ്നം? പാറ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനെ CAക്ക് പോയതാ. CA കിട്ടാഞ്ഞപ്പോൾ പിന്നെ MBAക്ക് പോയി. MBA കിട്ടാഞ്ഞപ്പോൾ പിന്നെ MBDക്ക് പോയി. ചുരുക്കി പറഞ്ഞ് അവൻ കുറേ മാസ്റ്റർ എടുത്തു. അപ്പോൾ അതിന് വയസ്സ് 35ആയി. 36 ഇല്ലാത്ത 34 ഇല്ലാത്തതിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കും. ഒത്തു കിട്ടുന്നില്ല. അതാണോ ഇപ്പം യോനയുടെ സങ്കടം? അല്ല. കരഞ്ഞവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. അതാ സങ്കടം. എൻ്റെ കൂടെ നിന്ന് വരണേ. ഇപ്പം പുള്ളിക്ക് സങ്കടം പേഴ്സണൽ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞ ദൂത് ഏറ്റെടുത്ത ജനത്തോട് ദൈവം മനസ്സലിഞ്ഞു. ദൈവത്തിന്റെ മനസ്സലിവ് കിട്ടി ജനത്തിന് ലഭിക്കാൻ പോകുന്ന വിടുതൽ കണ്ടപ്പോൾ പ്രവചിച്ചുപദേശിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇവന്റെ സങ്കടം മാറ്റാൻ തമ്പുരാൻ ഒരാവണക്ക് കൽപ്പിച്ചാക്കി. സ്തോത്രം. ഒറ്റ ദിവസം കൊണ്ട് ആവണക്കങ്ങ് വളർന്നു. ഇവന്റെ തലയ്ക്ക് തണലായി. സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്നവന്റെ വിടുതൽ കണ്ട് തല ചൂടായവന്റെ എല്ലാം തലയ്ക്ക് തണലായിട്ടൊരു മരം വരണമെന്ന് എൻ്റെ ആഗ്രഹം. സന്തോഷമുണ്ട്. അല്ലേ പറഞ്ഞ് കർത്താവ് കറക്റ്റ് ഇവൻ്റെ തലയ്ക്ക് തണലായിട്ടൊരു ആവണക്ക്. അപ്പോൾ ഈ ആവണ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. സ്തോത്രം. എൻ്റെ ചിന്ത ഒരു ലോല ഹൃദയനാണ് പുള്ളി. സ്തോത്രം. ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിലായാലും പുള്ളി അറിയാതെ അങ്ങ് പ്രതികരിച്ചു. സ്തോത്രം. കപ്പൽ കാരാൻ താമസിച്ചോ പുള്ളി കിട്ടിയ കപ്പലെ കയറി അങ്ങ് പോയി. പുള്ളിയുടെ ഒരു ചെറിയ രീതിയാണ്. സ്തോത്രം.
പുള്ളി നിലവേ പാനായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമൊക്കെ ആയിട്ട്. സ്തോത്രം. എന്നെ ഇന്ന് രാത്രി പകരം തിരുവനന്തപുരത്ത് പ്രസംഗിക്കാതെ കർത്താവിൻ്റെ ദാസൻ വിളിച്ചേക്കുക. ഞാൻ റാന്നി വന്നോണ്ട് തൃശ്ശൂർക്ക് വണ്ടി കിടക്കാം, ഞാൻ കയറിപ്പോലെ സ്ഥിതി ഓർത്ത് നോക്കി. അതാ സംഭവിച്ചേ. പുള്ളി ലോല ഹൃദയമാണ്. കിട്ടിയ വണ്ടിക്ക് കയറി പുള്ളി അങ്ങ് പോയി. സ്തോത്രം. ആ വണ്ടിയെ നിന്നിട്ട് തള്ളിയിട്ട് മീൻ്റെ അകത്ത് കയറിയപ്പോൾ അവിടെ കിടന്ന അയ്യം വിളിച്ചു. കര ചേർന്ന് പുള്ളി പ്രസംഗം പറഞ്ഞപ്പോൾ ചൊറ്റ ഓട്ടം. പിന്നെ പോയി അത് നടക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പം പെട്ടെന്ന് തമ്പുരാൻ ഒരു ആവണക്ക് കൽപ്പിച്ചാക്കി. പക്ഷെ ആവണക്ക് അറിയാതെ ഉയരുമ്പോൾ ഓർത്തോണം പുഴുവിനെ ആക്കിയിട്ടുണ്ട്. നീ ആവണക്ക് കണ്ടൊന്നും സന്തോഷിക്കല്ല. ഏത് ആവണക്ക് ദൈവം മുളപ്പിച്ചായാലും അതിൻ്റെ പുറകെ പുഴുകൊണ്ടെന്ന് ഓർത്തോണം. അത് ഓർത്തേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നമ്മൾ ആവണക്ക് കിട്ടിയപ്പോൾ കൂട്ടായ്മയും വേണ്ട, യോഗവും വേണ്ട, ഉപവാസവും വേണ്ട, ഉപദേശിയും വേണ്ട, എല്ലാം മറന്നൊരു പോക്ക. നീ ആവണക്കിന് രാത്രി ആശ്രയിക്കരുത്. ഇന്ന് രാത്രി ആവണക്കൊക്കെ താൽക്കാലികം. ആരോടൊക്കെ ദൈവം ഇടപെടുകയാ. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് പൊങ്ങി വന്ന ആവണക്ക് ദൈവജനം ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ആവണക്കിൻ്റെയും പുറകിൽ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പുഴുവുണ്ട്. ഒറ്റ പുഴു മതി ആവണക്കെല്ലാം ഉണങ്ങാൻ. നിങ്ങളൊരു ചെറിയ കാര്യം ഒന്ന് കേട്ടേ. 3000 ഒട്ടകം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി സ്വന്തമായിട്ട് 3000 വണ്ടി പുള്ളിക്കുണ്ട്. ഇയ്യോബിൻ്റെ ഒട്ടകത്തിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് 3000 വണ്ടി ഒട്ടകത്തിൻ്റെ തന്നെ. ഒട്ടകത്തെ പാൻ സാമ്പത്തികം ഇല്ലാത്തവർക്ക് പാൻ വേണ്ടി 500 കഴുതയുണ്ട്. നാട്ടുകാരുടെ കണ്ടമെല്ലാം ഉഴാൻ വേണ്ടി 500 കാളയുണ്ട്. തണുപ്പുള്ള മൊത്തം പുള്ളിയുടെ തണുപ്പ് മാറ്റാൻ 7000 ആടുണ്ട്. അതിൻ്റെ രോമം എടുത്താൽ അത് കമ്പിളി ഉണ്ടാക്കാൻ. അപ്പം പുള്ളിയുടെ ബിസിനസ് കമ്പിളി ബിസിനസ്സുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുണ്ട്. സ്തോത്രം. ഹലോ. ഇനി നമ്മുടെ ഈ സിക്കിം പൂട്ടാൻ പോലുള്ള സ്ഥലത്ത് വേണം കഴുതയാണ് വേണ്ടി മലയിലൊക്കെ കയറാൻ. അതിന് കഴുതയുണ്ട്. ഏത് മേഖലയെ പാലുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ആർക്കുണ്ട്? സ്തോത്രം. പുള്ളി തിരുവനന്തപുരത്ത് 100 വണ്ടി, 100 ഒട്ടകം, കൊട്ടാരക്കര 100 ഒട്ടകം, തിരുവല്ലായി 100 ഒട്ടകം, റാന്നി ഓരോ സ്റ്റാൻഡിലും 100 ഒട്ടകം വെച്ച് ആക്കിയേക്കുക. സ്തോത്രം. വൈകിട്ട് എല്ലാ കണ്ടക്ടർമാരും കളക്ഷൻ എടുത്തുകൊണ്ട് വരുമ്പോൾ പുള്ളി ഇതെല്ലാം എണ്ണുന്നത്. ഹലോ. ഈ 3000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ വളർത്തി തീറ്റി കൊടുക്കുക എന്നല്ല. അതെല്ലാം പുള്ളിയുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. സ്തോത്രം. KSRTC പോലും അത്രയും വണ്ടിയില്ല. ഉള്ള വണ്ടി പകുതിയും കട്ടപ്പുറത്തിരിക്കുക. ഒരല്ലേ പറഞ്ഞേ. ഇപ്പം ഇത്രയുള്ള കാശുള്ള പുള്ളി ഇപ്പോൾ ഓട്ടുചേരട്ടെ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. വ്രണത്തിൻ്റെ പുറത്ത് ഞുളയ്ക്കുന്ന പുഴുവിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. 3000 ഒട്ടകത്തിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് കാശ് എണ്ണിയ പുള്ളിയുടെ കൈകൊണ്ട് തന്നെ ചൊറിയിപ്പിക്കുന്ന ഓട്ടിയേറ്റർ പിടിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ ആവണക്ക് കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുഴുകുത്തി ഒറ്റ ദിവസത്തേക്കൊരു വെയിൽ. അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റടിച്ചു. സ്തോത്രം പറഞ്ഞേ. ആ കാറ്റടിച്ച് നദിലുണ്ടാക്കാൻ അറിയാം, കടലിലുണ്ടാക്കാൻ അറിയാം, ഉണക്കാനും അറിയാം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവനിയോഗം വിട്ടുപോയവനെ മടക്കി വരുത്താൻ തമ്പുരാൻ ആവണക്ക് കൽപ്പിച്ചാക്കി, പുഴുവിനെ കൽപ്പിച്ചാക്കി, പുഴു കുത്തി അത്യുഷ്ണമുള്ള കാറ്റടിച്ച് ഉണങ്ങിയപ്പോൾ യോന കോപിച്ചു. സ്തോത്രം. പുള്ളി കൃപ മാത്രമല്ല, എല്ലാവരും കൂടെ എന്നെ കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് അന്യഭാഷയൊക്കെ പറയും, അത്യാവശ്യം വന്നാൽ പ്രസംഗിക്കും, പാടുകയൊക്കെ ചെയ്യും. പക്ഷെ അത്യാവശ്യം വന്ന പുള്ളിക്ക് എന്തോ ഉണ്ട്? കോപമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വേലയ്ക്ക് ഇരിക്കുന്ന പെങ്കൊച്ചു പറഞ്ഞു, അച്ഛാനെ മഹാനാണ്, യുദ്ധപരാക്രമിയാണ്, പക്ഷെ ഉടുപ്പൂരാനൊക്കെ തരില്ല, ദേഹത്ത് കുഷ്ഠമാണ്. അതുകൊണ്ട് കുഷ്ഠം മാറാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശമുണ്ട്. അവിടെ കൊണ്ട് പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ കുഷ്ഠം എന്ത് ചെയ്യും? മാറും. ഇത് കേട്ട പുള്ളിക്കാരൻ അന്നേരമേ കുതിരപ്പുറത്ത് കയറി ഈ കൊച്ചു പറഞ്ഞിടത്തോട്ട് വന്നു. പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത്, എന്നെ കാണുമ്പോൾ ദേവദാസ സ്റ്റേജേ വരും, കൈ ഒന്ന് വീശും, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുഷ്ഠമെല്ലാം മാറട്ടെന്ന് പറയും എന്നൊക്കെ വിചാരിച്ച പുള്ളി വന്നേ. കാരണം പുള്ളി ലൈവിൽ പലത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൈ വീശുന്നതും തുവാല എറിയുന്നതും
ഹലോ, പല ശുശ്രൂഷയും മെതേഡ് പുള്ളി കണ്ടിട്ടുണ്ട്. പുള്ളി ധരിച്ചേക്കുന്നത് എൻ്റെ കുഷ്ഠം മാറാൻ ഉപദേശം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും? എനിക്ക് കൈ വീശാൻ ഒത്തില്ലെങ്കിൽ നമ്മുടെ ഏലിയാവിൻ്റെ മണ്ടക്കൊന്ന് വീണ ആ പുതപ്പെടുത്ത് എന്ത് ചെയ്യും? യോർദാനെ അടിച്ച പുതപ്പെടുത്തൊന്ന് എന്നൊക്കെ വിചാരിച്ചു വന്നേ. പക്ഷെ വന്നപ്പം പറയുകയാണ് നീ മുങ്ങണം. അതൊന്നും മുങ്ങിയാൽ പോലെ കേസ് ഇത്രയും വലിയതുകൊണ്ട് 7 പ്രാവശ്യം മുങ്ങണം. അതെവിടെയും പോയി മുങ്ങിയാലോ കൂടുതൽ യോർദാനി മുങ്ങണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ എന്തോ ഉണ്ടായെന്ന പറ. അപ്പൊ ഇവന് കുഷ്ഠം മാത്രമല്ല, പാറ എല്ലാരും കൂടെ. നയമാൻ ക്രുദ്ധിച്ചു, ഏലിശയോട് കോപിച്ചു. അവൻ കോപം മുഴുത്തിട്ട് വണ്ടി ഒരൊറ്റ തിരിച്ച് നേരെ പോയി. അപ്പൊ ഈ കൂടെ ദാസന്മാർ പറഞ്ഞു, കോഴിയെ വെട്ടാൻ പറഞ്ഞില്ലല്ലോ, അത് കറുത്ത കോഴി തന്നെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, കറുത്ത ആടിനെ വെട്ടാൻ പറഞ്ഞില്ലല്ലോ, ഒരു പറ നെല്ല് വേണമെന്ന് പറഞ്ഞില്ലല്ലോ, തെങ്ങിൻ്റെ കൊല വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ഒന്നും മുങ്ങാനല്ല പറഞ്ഞുള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾ അതല്ല ആകെ പറയുന്നുള്ളൂ. ഹലോ, നിനക്കെടുക്കാൻ വയ്യാത്തൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിന്റെ ഈ പാപത്തിന്റെ കുഷ്ഠമൊന്ന് അരിഞ്ഞു മാറാൻ നീ ഒന്ന് മുങ്ങാനല്ല പറയുന്നുള്ളൂ. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്ന നിലയിലല്ല ദൈവത്തിന്റെ ഇടപെടലേ. നീ അതിനെ കോപിച്ച് കുർത്തിച്ച് നിരത്തി മടങ്ങിപ്പോകരുത്. ദൈവം പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. പുള്ളി ഭയങ്കര കൃപയുള്ള ആളാ. ഒറ്റ തോതിൽ ജനത്തെ എല്ലാം ഉപവസിപ്പിക്കുന്ന ആളാ. പക്ഷെ പുള്ളിക്ക് അത്യാവശ്യ സമയത്ത് തന്നെ ഉണ്ട് കോപമുണ്ട്. ഇതുവരെ ദൈവം നേരിട്ട് ഇടപെടാത്തൊരു വിഷയത്തിൽ ദൈവം ഇടപെടുക. യോനയെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത് വന്ന ഒരാവണക്ക് കണ്ടപ്പം നിനക്ക് ഇത്രയൊക്കെ തോന്നിയല്ലോ. ആവണക്ക് ഉണങ്ങിയപ്പോൾ നിനക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. എടാ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത സത്യദൈവം ഏതാ? സത്യാരാധന ഏതാ? വേർപാടെന്താ? വിശുദ്ധി എന്താ? ഒന്നും അറിയാത്ത കുറെ പാരമ്പര്യത്തിന് പുറകെ നടക്കുന്ന പാവങ്ങള് സ്വത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ ഒരു CSI കാരനായിരുന്നേ. ഞാൻ CSI കാരനത്. അച്ഛാ CSI ആയിരുന്നുകൊണ്ട് ഞാൻ ആയതാ. അച്ഛനും അമ്മയും CSI ആയപ്പോൾ എന്നോട് പറഞ്ഞ് സൺഡേ സ്കൂളിന് പോകണം. ഞാൻ സൺഡേ സ്കൂളിന് പോയി. പള്ളിയിൽ പോകാൻ പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി. പിടിയേരി പേപ്പറിനകത്ത് ചുള്ളിക്കൊണ്ടിടാൻ പറഞ്ഞു കൊണ്ടിട്ടു. ഹലോ, ബർത്ത്ഡേക്ക് പ്രത്യേക കവറിനകത്ത് കാശിടാൻ പറഞ്ഞിട്ടു. സത്യം അറിഞ്ഞപ്പോൾ സത്യം എന്നെ സ്വതന്ത്രനാക്കി. നീ സത്യം അറിഞ്ഞാൽ ഇന്ന് രാത്രി സത്യത്തിന്റെ പുറകെ പൊക്കോണം. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ ആരൊക്കെയോ പകർന്ന നില പാരമ്പര്യങ്ങളുടെ പിന്നാലെ പോയി നീ തകരാതിരിക്കാൻ ഇന്ന് രാത്രി സത്യത്തെ ഗ്രഹിക്കാനും സത്യത്തിന്റെ പിന്നാലെ പോകുവാനും സത്യം ഏറ്റെടുക്കാനും നീ തയ്യാറാകണം. ദൈവത്തിന്റെ കരുതൽ നോക്കി. ഈ പട്ടണത്തിൽ 1,20,000 ചില്ലുവാനം ആളുകൾ എനിക്കുണ്ട്. പക്ഷെ അവർക്ക് ഇടത്തെ കൈ ഏതാ വലത്തെ കൈ ഏതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അയച്ചത് അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാ, അവരെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനാ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുകയാ. അസാധാരണമായ ചില പ്രവർത്തികൾ ദേശത്ത് വെളിപ്പെടാൻ പോകുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ഇടിവിടുന്ന് കരഞ്ഞ് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ആഴമായ ദൂതടപെടുകയാ. പ്രിയരെ, ഈ ഉപവാസത്തിന്റെ പിൻപിൽ നമ്മുടെ ലക്ഷ്യം പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ പോലൊരു നല്ല കാലം, ആത്മാവിൽ പരമാർത്ഥതയോടെ ആരാധിക്കുന്ന, കരയാൻ പറഞ്ഞ കരയുന്ന, ഉപവസിക്കാൻ പറഞ്ഞാൽ ഉപവസിക്കുന്ന, ഇടിവി നിൽക്കാൻ പറഞ്ഞാൽ ഇടിവി നിൽക്കുന്ന,
ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞ ഏറ്റെടുക്കുന്ന, ദൈവത്തിന്റെ പരസ്യ സാക്ഷിയായി മാറുന്ന, പ്രതികൂല നടുവിൽ ഞാനൊരു എബ്രായനാണെന്ന് തൻ്റെ അടുത്തോടെ പറയാൻ കഴിവുള്ള ചില ദൈവം ഈ രാത്രി നോക്കുകയാ. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി ദൈവം ചിലരെ നോക്കുകയാ. അല്ലെ, ചെറിയവരും വലിയവരും ഒരുപോലെ ഇന്ന് രാത്രിയിൽ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ചോദ്യം, ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? നിനവയോട് ദൂത് പറയാൻ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തോട് ദൈവാലോചന പകരാൻ, ദൈവത്തിന്റെ അരുളപ്പാട് കൈമാറാൻ എനിക്കാരുണ്ട്? ആര് സമർപ്പിക്കും? അടിയനെ അയക്കണം. അടിയനിതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്പം വളഞ്ഞ റൂട്ടിൽ കൂടെ പോയെങ്കിലും ദൈവം അവനെ ലക്ഷ്യത്തിൽ കൊണ്ടുവന്നു. അവനെ കൊണ്ട് തന്നെ ദൈവം അതൂത് പറയിപ്പിച്ചു. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു വചനമാണ്. ദൈവം ഒരുവനെ കണ്ടാൽ അവൻ ഏത് റൂട്ടിൽ പോയാലും അവനെ കൊണ്ട് തന്നെ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നീ അല്പം കറങ്ങിയാലും നിന്നെ കൊണ്ട് തന്നെ ആ ദൗത്യം പൂർത്തീകരിപ്പാൻ ഇന്ന് രാത്രി വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. യോന ഇരിക്കുന്നത് ഇപ്പോൾ ഈ നഗരത്തിന്, ഈ പട്ടണം എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. സ്തോത്രം. മോശയുടെ അടുക്കൽ പെട്ടത്തി ഇട്ടും വെച്ച് മിരിയാൻ പോയി നിന്ന പോലെ എന്ത് സംഭവിക്കുന്നു കാണാൻ നിൽക്കുക. ആരും ആരുടെയും നാശം കാണാൻ നോക്കി നിൽക്കല്ല. അവൻ ഈ രാത്രി കയറെ തൂങ്ങാൻ തീരുമാനിച്ചായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നിന്റെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ വിടുവിക്കപ്പെടും. അവൻ കെണ്ടിച്ചാടാനോ ആറ്റിച്ചാടാനോ പാളത്ത് തലവെക്കാനോ തീരുമാനിച്ചായിരിക്കും. എന്നേരം വരയ്ക്കും നിന്റെ ഒരൊറ്റ വാക്ക്, അവിവേകം കാണിക്കല്ല. ഞാനൊരു എബ്രായനാണ്, ഞാൻ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കും. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നിന്റെ ഒറ്റ വാക്കിൽ ആ കുടുംബം രക്ഷപ്പെടും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൈസാറിന് അറിയാമോ, എൻ്റെ സഭയിലൊരു ഹൈന്ദവ കുടുംബമുണ്ട്. അവന് KKMS ഡ്രൈവറായിരുന്നു. അവനും ഭാര്യയും 3 കുഞ്ഞുങ്ങളും വിഷം മേടിച്ച് മേശ കസാറ വെച്ചിരിക്കുക. 4 പേര് ഒന്നിച്ച് കുടിച്ച് ചാകാൻ പോവുക. പക്ഷെ തലേ രാത്രിയിൽ എന്നെ ദൈവം തട്ടി ഉണർത്തി. എനിക്കൊരു പരിചയമില്ലാത്ത ഇവനെയും അവൻ്റെ കുടുംബത്തെയും 5 എണ്ണം ഒന്നിച്ച് ചാകുന്ന കാഴ്ച എന്നെ കാണിച്ചു. രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബൈക്കിൽ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് കുടിച്ച് ചാകാനിരിക്കുക. അവരെ 5 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ചിലര് നിന്റെ വായിലെ ചെറിയൊരു വാക്ക് നിമിത്തം കൃപയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെ അവൻ രക്ഷപ്പെടട്ടെ. നിന്റെ ദൂതിലൂടെ അവൻ വിടുവിക്കപ്പെടട്ടെ. നിനക്ക് ചിലപ്പോൾ തോന്നും എന്നെ കൊണ്ട് അത് കഴിയുമോ? കഴിയും. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന് ആ ശക്തിയുണ്ട്. നീ പ്രാപിച്ച അധികാരത്തിന് ആ ശക്തിയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൂത് നിർത്താൻ പോകുകയാ. ഇത് മാറ്റങ്ങളുടെ ദിവസമായിരിക്കണം. ഹലോ, ജീവിതത്തിന്റെ ശൈലിയിൽ പോലും, ശുശ്രൂഷയുടെ മെത്തേഡിൽ പോലും, ആരാധനയുടെ സൈഡിൽ പോലും ഒരു വലിയ മാറ്റം ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് നിന്നിൽ കൂടെ തുടങ്ങാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു അസാധാരണമായ അനോയിന്റിങ് നിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ചില മാറ്റങ്ങൾ ഓ, നന്മയുടെ സമൂലമായ ചില സ്ഥിതികൾക്ക് മാറ്റം വരുത്തി ഇന്ന് രാത്രി നിന്നിലൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാ. തകർന്നതിനെ പണിയുന്ന, ശൂന്യതകളെ പണിയുന്ന, പുരാതന ശൂന്യതകളിൽ ദൈവത്തിന്റെ കാൽപ്പാടുകൾ വെക്കുന്ന രാത്രിയാ. നീ വിശ്വസിക്കുന്ന രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ.
ഓ ജീസസ്. പ്രാർത്ഥിക്കാൻ പോകുക. റൂട്ട് തെറ്റിയാണോ പോന്നെ? നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നീ മൂലമുണ്ടായതാണോ? ഈ കാറ്റിൻ്റെ പുറകിൽ, ഈ കടലിൻ്റെ പുറകിൽ, ഈ തിമിംഗലം വിഴുങ്ങിയതുപോലെ വിഴുങ്ങിയ ചില മണ്ഡലങ്ങളുടെ പുറകിൽ നീ റൂട്ട് മാറിപ്പോയതാണോ? ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, നിന്റെ അരുളപ്പാടനുസരിച്ച്, നിന്റെ ആലോചന പ്രകാരം നീ ആക്കുന്ന സ്ഥാനത്ത് എന്നെ ഏൽപ്പിച്ചത് ഒരു താലന്ത മതി. ഞാനത് കുഴിച്ചിടാതെ, ഞാൻ അതുമായി കിടന്ന് ആഴത്തിൽ കിടന്ന് അടിത്തട്ടി കിടന്ന് ഉറങ്ങാതെ, ജാതികൾ പോലും എന്നോട് ചോദിക്കുന്നു, നീ എന്താ ഉറങ്ങുന്നത്? ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട്, ഈ പ്രതികൂലങ്ങൾ കണ്ടിട്ട് നീ എന്നാ ഉറങ്ങുന്നത്? ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിച്ചേ. ഹല്ലേലൂയ. ഇത് ഉറങ്ങാനുള്ള രാത്രിയല്ല, ഇത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറുണ്ട്? ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ, ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നാനം ഒന്നെഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ എഴുന്നേൽക്കുന്നത് രോഗസൗഖ്യത്തിനല്ല. ഇപ്പോൾ എഴുന്നേൽക്കുന്നത് എന്നെ വിശ്വസ്തയെന്നെണ്ണി, എന്നെ വിശ്വസ്തനെന്നെണ്ണി എൻ്റെ ദൈവം പരമേൽപ്പിച്ച ആ ദൈവിക വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവഹിതപ്രകാരമുള്ള ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ എൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കൃപ, ഒരു പുത്തൻ നിയോഗം, ആ ലക്ഷ്യത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുന്ന ദൈവിക പദ്ധതി എന്നെ വെളിപ്പെടട്ടെ. എല്ലാവരുടെയും രണ്ട് കരങ്ങൾ ഉയരട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനവേക്കാർ ഏറ്റെടുത്തതുപോലെ ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റെടുക്കുന്നവരുടെ എല്ലാം രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ 9ാമത്തെ രാത്രിയിലും പ്രാർത്ഥനയോടെ പാദപീഠമായിരിക്കുന്ന, സമർപ്പണത്തോടെ പാദപീഠമായിരിക്കുന്ന അങ്ങയുടെ ജനത്തോട് മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇടപെട്ടല്ലോ കർത്താവേ. ഈ വചനം ആർക്കും ശിക്ഷാപതിക്ക് കാരണമാകരുത്. ഏറ്റെടുത്ത് കൃപ പ്രാപിച്ച് ശക്തിയോടെ ഈ പട്ടണത്തെ നേടുവാൻ, ഹല്ലേലൂയ, നഗരത്തെ നോക്കി യേശു കരഞ്ഞതുപോലെ ഞങ്ങളെ നോക്കി യേശു കരയുവാൻ ഇടയാകാതെ നാളുകളിൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ ജനം നശിക്കാതിരിക്കേണ്ടതിന് സഭയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളിൽ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിയോഗങ്ങൾ നിവർത്തിക്കുവാൻ കൃപ ചെയ്യണമേ. നിങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. അഭിഷക്തന്മാരെഴുന്നേക്കട്ടെ, അഭിഷക്തന്മാരെഴുന്നേക്കട്ടെ. നിന്റെ ദാസനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈന്യം, ഹല്ലേലൂയ, താഴ്വരയിൽ ഒരു സൈന്യം എഴുന്നേറ്റതുപോലെ നിന്റെ അഭിഷക്തന്റെ വെളിപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈന്യമായി സഭ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഈ ജനത്തെ യേശുവിന്റെ നാമം ചൊല്ലി ഈ രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.